ഇനി മുനമ്പത്തുകാരുടെ വിശേഷങ്ങൾ നോക്കാം. പുത്തനുണർവേകി കേന്ദ്രമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം മുനമ്പം സന്ദർശിച്ചപ്പോൾ ഏത് തരത്തിലായിരുന്നു മുനമ്പത്തുകാരുടെ ആവേശം എന്ന് നമ്മൾ കണ്ടതാണ്. 3 ആഴ്ചയ്ക്കുള്ളിൽ ചട്ടരൂപീകരണം, വഖഫ് നിയമ ഭേദഗതി രൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പും നൽകി കഴിഞ്ഞു. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, മുനമ്പത്തെത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്തുകാർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ഇതിനു മുൻപും മുനമ്പം പലതവണ അദ്ദേഹം പരാമർശിച്ചിരുന്നു, പാർലമെന്റിലടക്കം. ഇന്നലെ ഈ മുനമ്പത്ത് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ തന്നെ വേദനിപ്പിച്ചു എന്ന് തന്നെയാണ്. മുനമ്പത്തുകാർക്ക് അദ്ദേഹം നൽകിയ വാക്ക് അധികം വൈകാതെ പൂർത്തിയാകുമെന്ന വിശ്വാസം തന്നെയല്ലേ? അതായത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനം വലിയ ഒരു പ്രതീക്ഷ മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സന്ദർശിച്ച സമയത്ത് തന്നെ മുനമ്പത്തെ തീരദേശ ജനത നന്ദി പ്രകടിപ്പിക്കുക, അതോടൊപ്പം തന്നെ മറുപടിയായിട്ട് മന്ത്രിയുടെ സന്ദർശനം അത് പ്രതീക്ഷയും സന്തോഷവും നൽകുന്നുണ്ട്. മാത്രവുമല്ല, ചില ചോദ്യങ്ങൾ അവർ എഴുതി തയ്യാറാക്കി നൽകുകയും ചെയ്തിരുന്നു. അതിന് മറുപടിയായിട്ട് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് 3 ആഴ്ചയ്ക്കുള്ളിൽ വഖഫ് ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കും. അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടുതലായിട്ട് വരുമെന്നുള്ള ഒരു മറുപടി തന്നെയാണ് നിലവിൽ കേന്ദ്രമന്ത്രി മുനമ്പം നിവാസികൾക്ക് നൽകിയിട്ടുള്ളത്. 3 ആഴ്ച കാലാവധി ഈ ചട്ടരൂപീകരണത്തിന് വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ച സമയത്തൊക്കെ തന്നെ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് മാത്രമല്ല, ഒരു സഹോദരനെ പോലെ മുനമ്പത്തുകാരുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകും വരെ ഒപ്പമുണ്ടാകും, അതിൻ്റെ പിന്തുണയും ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ വഖഫ് ട്രൈബ്യൂണലിന് മേൽ അതിൻ്റെ അമിത അധികാരം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ഭേദഗതി നിയമം അത് കൊണ്ടുവന്നത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമല്ല, ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭേദഗതി കൊണ്ടുവന്നതെന്നാണ് മുനമ്പത്തുകാരോട് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ചിലർ ഉന്നയിക്കുന്നത്, അതായത് പ്രത്യേകിച്ച് പ്രതിപക്ഷവും ഇടത് മുന്നണിയും ഒക്കെ തന്നെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അത് വിലപ്പോവേണ്ടതില്ല എന്നും കൂടി അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ മുനമ്പ് നിവാസികളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, നീതിയുക്തമായിട്ടുള്ള, അതായത് നിലവിൽ കേസുകൾ ട്രൈബ്യൂണലിലും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലും ഒക്കെ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കൈകടത്തൽ അസാധ്യമാണ്. സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നീതിയുക്തമായിട്ടുള്ള മറ്റ് നടപടികളും ചെയ്യും. ഇനി ഈ ചട്ടരൂപീകരണത്തിന് ശേഷം ആവശ്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകുമെന്ന കാര്യവും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് മുൻപും തീരദേശ ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ. പ്രധാനമായിട്ടും 185-ാം ദിവസത്തിലേക്കൊക്കെ തന്നെ കഴിഞ്ഞ ദിവസത്തെ സമരം കടന്നിരുന്നു. ആ ദിവസം തന്നെ നന്ദി മോദി എന്നുള്ള പരിപാടി സംഘടിപ്പിച്ച സമയത്ത് മുൻപത്തെ സമരപ്പന്തലിലേക്ക് എത്തി കേന്ദ്രമന്ത്രി നൽകിയ വാക്കുകൾ അല്ലെങ്കിൽ ആ ഉറപ്പ് അതൊക്കെ തന്നെ പ്രതീക്ഷാ നിർഭരമായിട്ട് തന്നെയാണ് മുൻപും തീരദേശ ജനത കാണുന്നത്. കേവലം വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് മാത്രമല്ല, ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും വരെ മുനമ്പ് നിവാസികൾക്കൊപ്പം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അവർ നൽകിയിട്ടുള്ള ഉറപ്പ്. കാരണം ഈ വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കിയത് മൂലം മാത്രമല്ല, ചില റവന്യൂ അവകാശങ്ങൾ തിരികെ കിട്ടാനായിട്ട് മറ്റു ചില നടപടിക്രമങ്ങൾ വേണ്ടിവരും. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തും വരെയായിരിക്കും എല്ലാ പിന്തുണയും മുനമ്പ് നിവാസികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയെന്നാണ് കേന്ദ്രമന്ത്രി നേരിട്ടെത്തിക്കൊണ്ട് അവർക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. എന്തായാലും വലിയ ഹർഷാരവത്തോടു കൂടിയും വലിയ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. ഇത് തന്നെ മുനമ്പ് തീരദേശ ജനത എത്രത്തോളം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ സ്വീകരിക്കുന്നു, പ്രത്യേകിച്ച് വഖഫ് അധിനിവേശ വിരുദ്ധമായിട്ടുള്ള നയങ്ങളെ എത്രമാത്രം കണ്ട് സ്വീകരിക്കുന്നു എന്നതിന് തെളിവ് തന്നെയാണ്.